നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചായപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ സ്വപ്നഭവനത്തിന്റെയും സ്കൂൾ പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടത്തി. തിരുവോണാഘോഷത്തിന് ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്ര ദർശന സമയം 1 മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി. വാർത്തകൾ വിശദമായി. ചായപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ സ്വപ്നഭവനത്തിന്റെയും സ്കൂൾ പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ KT ജോർജ്, സജിത ഷാജി, മനു പോൾ, CG മുരളീധരൻ, ഡോക്ടർ PC സിജി, EV സജി, സുജ അഭിലാഷ്, ദേവാമൃത സുമേഷ്, P അജിത എന്നിവർ പ്രസംഗിച്ചു. ഭൗതിക സാഹചര്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിരവധി സ്കൂളുകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ സമീപത്ത് 2 കൈയിൽ പുതിയ സ്കൂള് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ചാലക്കുടിയിൽ VHSയുടെയും അതുപോലെ VR പുരത്ത്, കൊടകരയിലും ഒക്കെ പുതിയ പുതിയ സ്കൂളുകൾ, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും നമ്മുടെ സ്കൂളിലും ആ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഏറ്റവും ഈ ജില്ലയിലെ, ഈ വിദ്യാഭ്യാസ ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമാണ്. പാഠ്യ മേഖലയിലും പഠനേതര മേഖലകളിലും. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് വൈലാത്തറയിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. വൈലാത്തറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുകണ്ഠൽമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീമ ബെന്നി, ബീന രവീന്ദ്രൻ, PV ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്ര ദർശന സമയം 1 മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം, ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ചശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായി ഗുരുവായൂരിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഓണനാളുകളിൽ ശ്രീ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 22 ഞായറാഴ്ച വരെ ദർശന സമയം 1 മണിക്കൂർ കൂടി കൂട്ടിയിട്ടുണ്ട്. ക്ഷേത്രം നട ഉച്ചയ്ക്ക് 3:30 തുറക്കും. പൊതു അവധി ദിവസമായ സെപ്റ്റംബർ 14, സെപ്റ്റംബർ 15, സെപ്റ്റംബർ 16, 17, 21, 22 എന്നീ തീയതികളിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ VIP സ്പെഷ്യൽ ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങും. പ്രസാദ ഊട്ടിനുള്ള വരി ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിക്കും. കാളൻ, ഓനൻ, പപ്പടം, പച്ചക്കൂട്ടുകറി, പഴം പ്രഥമൻ, മോര്, കായവറവ്, അച്ചാർ, പുളിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് പ്രസാദ ഊട്ട്. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്ക് ഭാഗത്ത് ഒരുക്കും. തിരുവോണം നാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും. അന്ന് പുലർച്ചെ 4:30 മണിക്കാണ് ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം.
ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിക്കും. ഉഷപൂജ വരെ ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കാം. രാവിലെ കാഴ്ച ശീവേലിക്ക് രാജശേഖരൻ, ചെന്താമരാക്ഷൻ, ബൽറാം, ഉച്ചതിരിഞ്ഞുള്ള ശീവേലിക്ക് ഇന്ദ്രസൻ, വിനായകൻ, പീതാംബരൻ, രാത്രി ശീവേലിക്ക് വിഷ്ണു, വിനായകൻ, പീതാംബരൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേറ്റും. രാവിലത്തെ ശീവേലിക്ക് കോട്ടപ്പടി സന്തോഷ് മാരാരും, ഉച്ച കഴിഞ്ഞുള്ള ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും മേളപ്രമാണം വഹിക്കും. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചാലക്കുടി നഗരസഭയുടെ സഹായം കൈമാറി. 10,97,400 രൂപയാണ് കൈമാറിയത്. നഗരസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് പണം സനീഷ് കുമാർ ജോസഫ് MLA കൈമാറി. വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മറ്റ് കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും വിഹിതം, ഹരിത കർമ്മസേന അംഗങ്ങൾ, VR പുരം സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ വിഹിതം എന്നിവ ഉൾപ്പെടെയാണ് 10,97,400 രൂപ നൽകിയത്. ചാലക്കുടിയുടെ ഉദാരം മനസ്സ് വ്യക്തമാക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഒരു രാത്രി കൊണ്ട് 2 ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി പോയ ഒരു സാഹചര്യം. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളുടെ വേദനയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുതൽ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ ായിട്ടുള്ള ഒരുപാട് വേദനയും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞവരാണ്. അവർ ഒറ്റയ്ക്കല്ല, കേരളത്തിലെ മലയാളികളെല്ലാവരും ഒപ്പമുണ്ട്, ചാലക്കുടി ഒപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ചാലക്കുടി നഗരസഭ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് നഗരസഭയുടെ വിഹിതമായി 10 ലക്ഷം രൂപയും, നഗരസഭയുടെ കൗൺസിലർമാർ 50,000 രൂപയും, അതുപോലെ ജീവനക്കാരും ഹരിതകർമ്മസേനയും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നുകൊണ്ട് 10,97,400 രൂപ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനായിട്ട് കാണിച്ച സന്മനസ്സിന് എല്ലാവരോടും നന്ദി പറയുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതൊരു മാതൃകയാണ്. ദുരന്തങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന മലയാളികളുടെ നല്ല മനസ്സിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത ചാലക്കുടി നഗരസഭയുടെ ഭരണസമിതിയെയും കൗൺസിലർമാരെയും ജീവനക്കാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഓണാശംസ. ചാലക്കുടി നഗരസഭ വയനാടുണ്ടായ ദുരന്തത്തിൽ അവിടെയുള്ള ആളുകൾക്കൊരു പുനരധിവാസത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുന്ന ദിവസമാണ്. നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും നഗരസഭയുടെ കൗൺസിലേഴ്സ് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് 10 ലക്ഷം രൂപയെങ്കിലും വയനാടിന് വേണ്ടി ചാലക്കുടി നീക്കി വെക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, ഇവിടെയുള്ള നഗരസഭയിലെ കൗൺസിലർമാരെല്ലാവരും സഹകരിച്ചുകൊണ്ട് 50,000 രൂപ സംഘടിപ്പിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ 29,400, VR പുരം വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ 8,000 രൂപ, ശില്പി ജ്വല്ലറി ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമുക്ക് തന്നേൽപ്പിച്ചതാണ് 5,000 രൂപ. 32, 33 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഹിതമായി 5,000 രൂപ, എല്ലാം ചേർത്ത് 10,97,400 രൂപ ആണ് നമ്മൾ ഇതുവരെ സമാഹരിച്ചിട്ടുള്ള തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. വളരെയും ദുഃഖത്തിലാക്കിയ ഒരു സംഭവമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇത് വെച്ചിട്ടാണ് നമ്മുടെ കൗൺസിലർമാരും അതുപോലെ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് സമാഹരിച്ച ഒരു തുകയാണ് ഇന്നിവിടെ കൈമാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആ ഒരു അനുഭവങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നതാണ്. എങ്കിലും നമുക്കായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതെല്ലാം ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മ്യാൻമറിനും ബംഗ്ലാദേശിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിലെടുത്ത 7 ദിവസം വ്യാപകമായി നേരിയതും ഇടത്തരമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പായ യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയൊരു ഇടവേള.